പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് ഫലമുണ്ടായില്ല എന്ന സാഹചര്യത്തിലാണ് പുറത്തു പറയാൻ, പാർട്ടി ചട്ടക്കൂടിന് പുറത്തു പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പുറത്തു പറഞ്ഞ സമയത്തെക്കുറിച്ച് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് കേരളം എത്തിച്ചേരുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ എതിരാളികൾക്ക് മേൽക്കൈ നേടാൻ അവസരമൊരുക്കില്ലേ എന്ന് ചിന്തിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒട്ടേറെ സഖാക്കൾ എന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ പാർട്ടി വേദികളിൽ ആ കാര്യങ്ങൾ ഉന്നയിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യമില്ലാത്തതുകൊണ്ട് പാർട്ടി പറയുന്ന വിശദീകരണം വിശ്വസിക്കുകയും അത് കീഴെ വിശദീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് വിശദീകരണം വിശ്വാസയോഗ്യമല്ലാതിരുന്നിട്ടും അതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CKPയുടെ വിഷയം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ, കുഞ്ഞിമംഗലം പഞ്ചായത്ത്. CKPക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കീഴെ വിശദീകരിച്ചത് കണക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആ ജാഗ്രത കുറവിന് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന കാര്യം ഞാൻ മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് ഒട്ടനവധി സഖാക്കൾ ആ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതിനൊന്നും ഒരു തൃപ്തികരമായ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. മാത്രല്ല, CKP തന്നെ ആ നടപടി ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിൽ, ഉള്ളിൽ അതിനോട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കാതെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. അതുപോലുള്ള വിഷയങ്ങൾ വലിയ വിഭാഗം പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് വ്യത്യസ്ത കാരണങ്ങളാലാകാം. നേതൃത്വത്തിന്റെ നിലപാടുകളുണ്ടാകും, പ്രാദേശിക വിഷയങ്ങളുണ്ടാകും. പക്ഷെ കേരളത്തിലാകെ ഈ അസംതൃപ്തി വളർന്നു വരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന അസംതൃപ്തിയാണ് കാരയിൽ, ഈ പയ്യന്നൂർ നഗരസഭയിൽ, ഈ പയ്യന്നൂർ വില്ലേജിൽ, കാരാ പ്രദേശത്ത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് സി വൈശാഖ് രാജിവെച്ച് മത്സരിക്കാനിടയാക്കിയതും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പാർട്ടിയും LDF-ഉം അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയതും എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഈ പാർട്ടി തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടിയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത് തിരുത്തി മുന്നോട്ട് പോയാല് ഈ പാർട്ടിക്ക് ജനവിശ്വാസം ആർജിക്കാനും ഈ പാർട്ടിക്ക് മുന്നേറാനും സാധിക്കൂ എന്നതാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തിയത്. 2026 ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്.